ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോക്ടെയിൽ 2 എന്ന പടത്തിനെ കുറിച്ചിട്ടാണ്. കോക്ടെയിൽ 1 അത്യാവശ്യം ദിബിയുടെ പെർഫോമൻസ് ഒക്കെ കൊണ്ട് ഇംതിയാസ് അലി എഴുതിയ കഥയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ട പടമായിരുന്നു കോക്ടെയിൽ 1. പക്ഷേ കോക്ടെയിൽ 2ലേക്ക് വരുമ്പോൾ അതൊരു അബ്സല്യൂട്ട് അപരാധമായിട്ട് മാറുകയാണ്. കോക്ടെയിൽ 2 ഇതിൻ്റെ സിമ്പിൾ കഥയായിട്ട് ഞാൻ പറയാം. രാഷ്മിക ഷാഹിദ് കപൂർ ഡേറ്റ് ചെയ്യാണ്. എല്ലാവരും ചോദിക്കുന്നവരെ കല്യാണം എപ്പോൾ അങ്ങനെ കല്യാണത്തിന് കഴിക്കുന്നതൊക്കെ ഷാഹിദ് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും കൂടി വെള്ളം അടിക്കുമ്പോൾ ഒരു ചീറ്റിംഗ് സ്റ്റോറിനെ കുറിച്ച് പറയുന്ന ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ അപ്പോൾ പറഞ്ഞ് ചാറ്റ് പൊക്കി അങ്ങനെ ഡിവോഴ്സ് ആയി മാറി. അപ്പോൾ ഷാഹിദ് കപൂർ അടിച്ച് കിണ്ടിയായിട്ടുണ്ടായിരുന്നു. ഷാഹിദ് കപൂർ പറഞ്ഞു, നാനട്ടായിരുന്നെങ്കിൽ ചാറ്റ് ഡിലീറ്റ് ആക്കും, ഞാൻ ചീറ്റ് ചെയ്തതിന് എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും തിരിവിടുക. അപ്പോൾ ഇത് കേട്ട ഉടനെ രാഷ്മിക്ക് ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. കുടിച്ചകളിൽ കള്ളം പറയില്ല എന്നല്ല, അപ്പോൾ തൻ്റെ ഭർത്താവ് തന്നെ ചതിക്കുന്നുണ്ടെന്നൊരു ഡൗട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു ഇറ്റലിയിലേക്ക്. സിറ്റി ലൈഫ് എന്നൊക്കെ മാറി അങ്ങനെ ഇറ്റലി സിസിലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പോയി. അവിടെ നിന്നാണ് രാഷ്മികൻ്റെ ഫ്രണ്ടായ കിയറനെ കൃതി സനോനെ കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടുന്നതിന് ഭാഗത്ത് ശേഷം ഈ കഥ പറയുന്നു അവള് രാഷ്മിക, എൻ്റെ ചെക്കനാണ് ഇതാക്കുന്നുണ്ട്, ഡൗട്ടുണ്ട്, നീ ഒരു ഉപകാരം ചെയ്യുമോ, അവനൊന്ന് വളക്കുക. സ്വന്തം സാമൂഹിക ഫ്രണ്ടിനോട് പറയുകയാണ്, എൻ്റെ കാമുകനെ നീ ഒന്ന് വളക്കുക, അവൻ ചീറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് ഡൗട്ടുണ്ട്, എനിക്ക് വളഞ്ഞാൽ നമുക്ക് ഒരു ഇത് പിടിയിട്ട് പോകാം. അങ്ങനെ ഇവർ സ്വന്തം കാമുകനെ വളക്കാൻ കാമുക കൂട്ടിൽ കൊടുക്കും. ട്രിപ്പിനൊന്ന് അവരൊറ്റയ്ക്ക് വിടുന്നു. അങ്ങനെ അവസാനം കാമുകയുടെ സുഹൃത്ത് വളരും. എന്നിട്ട് അവർ എല്ലാം കഴിഞ്ഞ് അവർ പ്രേമത്തിലായി എല്ലാം കഴിഞ്ഞു. അങ്ങനെ കാമുകിപ്പാരായി. അതാണ് ഈ പടത്തിൻ്റെ കഥ. ഇത്തിരി അപരാധം പിടിച്ച കട ഇപ്പോൾ അടുത്തൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ലവരഞ്ജനാണ് ഇതിൻ്റെ എഴുതിയിട്ടിരിക്കുന്നത്. ലവരഞ്ജന നിങ്ങൾക്ക് അറിയാതെ കുറേ കൂടെ പടം എഴുതിയതാണ്.